രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ അപ്പു സിറ്റ് ഔട്ടിലുണ്ട്. നേരം വെളുത്തു എന്ന് പറഞ്ഞാൽ ഏകദേശം സൂര്യൻ മൂട്ടിലടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയിരിക്കും. അതാണ് അവന്റെ സ്നേഹം. Wow. ഇന്ന് മദേഴ്സ് ഡേ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. ചാച്ചൻ അപ്പനെ കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഇവനെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ധാര തുടങ്ങാൻ പോകുകയാകുന്നു. ആരാ? ധാര, ജലധാര. അത് അച്ഛന്റെ ആരാ? അതിന്റെ ഇടയിലെ വെള്ളം ഒഴിക്കണേ? അതൊന്നും കാര്യമാക്കേണ്ട, ഒഴിക്കുക. കൊല്ലും ഞാൻ. അങ്ങനെ അപ്പുവിന് കുളി നടക്കുകയാണ്. പുറത്തു നോക്കിയപ്പോൾ നല്ല മഴക്കോളുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് നേരത്തെ മഴയുണ്ടോ? ആ ഗ്യാപ്പ് ഞാനിവിടെ കുളിക്കട്ടെ. കുളിയെ കഴിഞ്ഞ് ഒരുത്തന്താ ദേഹത്തെ വെള്ളം കളഞ്ഞോണ്ടിരിക്കുകയാണ്. കുളിച്ചതിന് സന്തോഷമാണെന്ന് തോന്നുന്നു. മുറ്റത്ത് കിടന്ന് ചാടി കളിക്കുന്നുണ്ട്. കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവന്. അങ്ങനെ എന്റെ കുളിയെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇന്നും പഴങ്കഞ്ഞിയാണ്. സച്ചിന് ബൂസ്റ്റ് ആണെങ്കിൽ നമുക്ക് പഴങ്കഞ്ഞിയാണ് എനർജി. അല്ലെങ്കിലും വീട്ടിലിരിക്കുന്ന ദിവസം പഴങ്കഞ്ഞി അത് മസ്റ്റാണ്. അത് അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ പഴങ്കഞ്ഞിയുടെ സീൻ അങ്ങ് ജർമ്മനിയിലിരിക്കുന്ന അർജുനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ചോറ് കഴിക്കുന്നതിന് പങ്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അമ്മയും അപ്പനും കഴിക്കുമ്പോൾ പങ്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ടാസ്ക് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ പത്തനംതിട്ട വരെ പോകാൻ ഇറങ്ങി. കൊച്ചിറക്കം വിളിച്ചിരുന്നു. പുതിയൊരു ഫോൺ നോക്കണം, പത്തനംതിട്ടയിലൂടെ ചെല്ലാനായിട്ട് പറഞ്ഞു. നമ്മൾ നേരെ ഓക്സിജനിലേക്കാണ് പോയത്. ഇതാണ് സജിത്ത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. 10 വർഷമായിട്ടുള്ള പരിചയമാണ്. കൊച്ചിറക്കൻ X300 എടുക്കാൻ വേണ്ടിയാണ് വന്നിരുന്നത്. പക്ഷെങ്കിൽ ആ ഫോൺ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു. പകരം ഇപ്പോൾ വരുന്നത് X300 FE ആണ്. ഓഫീസിലേക്ക് ഒരു സ്പീക്കർ നോക്കേണ്ട ആവശ്യത്തിന് കൂടിയാണ് ഞാൻ പോയിരുന്നത്. ഗാഡ് പ്രോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്പീക്കറാണിത്. സ്പീക്കർ നോക്കി ഇറങ്ങിയ സമയത്താണ് സാൽമോൻ ചേട്ടൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. പുള്ളിക്കാരനും ഒരു ഫോൺ വാങ്ങാനാണ് വന്നതാണ്. വിവോയുടെ V70 FE എന്ന് പറഞ്ഞ ഫോണാണ് പുള്ളിക്കാരൻ വാങ്ങിയത്. അത്യാവശ്യം നല്ല ഫീച്ചറുള്ള ഫോണാണ് അത്. ഫോണിന്റെ ഓർഡറും കൊടുത്ത് പുറത്തിറങ്ങിയപ്പോൾ കൊച്ചിറക്കം പറഞ്ഞു മീൻ വാങ്ങണമെന്ന്. അങ്ങനെ ഈ കടയിൽ കയറിയപ്പോൾ ദാ മീനിന്റെ പേര് കണ്ടോ, പുന്നാര മീൻ എന്നാണ്. ഇനി വാങ്ങാതെ പോകുന്നവരെ ഉദ്ദേശിച്ചിട്ട പേരാണോ എന്നറിയില്ല. എന്തായാലും കുറച്ച് മീനും വാങ്ങാൻ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.